ഞങ്ങൾ പേട്ടയൊക്കെ തുള്ളിക്കഴിഞ്ഞിട്ട് എരുമേലിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി തൊഴുതിയിട്ട് നേരെ പോയത് പാസ് എടുക്കാനുള്ള ക്യൂവിൽ നിൽക്കാനാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പാസ് എടുക്കാത്തവരും കൊണ്ട് പാസ് ഞങ്ങൾക്ക് കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. കാരണം വിളക്കായതുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആദ്യം വരുന്ന 1000 പേർക്കുള്ള ബുക്കിംഗ് അവിടെ ഓപ്പൺ ആയിരുന്നു. അതുവരെ കൊണ്ട് പാസ് കിട്ടി. ചന്ദനക്കുടം ആയതുകൊണ്ട് രാത്രി പള്ളിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കിടക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ആന്ധ്രാപ്രദേശുകാരും തമിഴ്നാട്ടുകാരും അവിടെ അന്നദാനം നടത്തുന്നവരും കൊണ്ട് അതിന് വേണ്ടി പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുഡ് നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. വരുന്നവർക്ക് എല്ലാവർക്കും അവിടെ കഴിക്കാം. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 10-10:30 പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ വിട്ടു. അതിനുള്ള വഴിയാണെന്നോ ഏത് വഴിയാണെന്നോ എത്ര ദൂരം നടക്കണമെന്നോ ഒന്നും അറിയില്ല. ആ കൂടെ അറിയണത് കരിമല കയറ്റം കഠിനംപൊന്ന അയ്യപ്പ എന്ന് പറയണ ശരണം വിളി മാത്രമാണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. കാടിനുള്ളിലേക്ക് പോകുന്തോറും ചായക്കടി ഹോട്ടലൊക്കെ അവർ അതിൻ്റെ ഉള്ളിൽ ഇട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും. അതിൽ തന്നെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത് കിടക്കേണ്ടതും ഒക്കെ കേട്ടോ. പക്ഷെ അതിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം.